20-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഇസ്ലാമിക ചിന്തകനും നവോത്ഥാന നായകനും എഴുത്തുകാരനുമായ സയ്യിദ് അബുല്ലാല മൗദൂദിയുടെ ജീവിതത്തിൽ പ്രിയ മാതാവ് റുഖിയ ബീഗം എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്നത് മൗദൂദിയുടെ ഓർമ്മകളിൽ നിന്ന് മകളായ ഹുമൈറ മൗദൂദി 2 വടവൃക്ഷങ്ങളുടെ തണലിൽ എന്ന കൃതിയിൽ അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്. അസാമാന്യ ബുദ്ധിമതിയും വ്യതിരിക്ത വ്യക്തിത്വത്തിനുടമയായിരുന്ന വല്യമ്മ ഭാഷയിലും സാഹിത്യത്തിലും മിടുക്കിയായിരുന്നു. അവർ സംസാരിക്കുമ്പോൾ വാക്കുകൾ പൂക്കളായി വിടർന്നു വരും. ഭാഷാപ്രയോഗത്തിലും വാക്കുരയിലും ഭാഷയുടെ സൗന്ദര്യം വിരിയുന്നതായി കാണാം. ഔദാര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും വാത്സല്യത്തിന്റെയും നേർപ്രതീകം. എല്ലാവരോടും ഇണങ്ങിച്ചേരാനുള്ള പ്രവണതയും നർമ്മബോധവും. ദീനീ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ കൃത്യനിഷ്ഠ. സദാ അള്ളാഹുവിന്റെ സ്മരണയിലും നാമജപത്തിലും ആമഗ്ന. അങ്ങേയറ്റത്തെ ഭക്ത. ഖുർആൻ പഠിപ്പിക്കുന്നത് അവർക്ക് വല്ലാത്ത ആവേശമാണ്. ഭൗതിക കാര്യങ്ങളിൽ തീർത്തും വിരക്തയാണവർ. പകലന്തിയോളം എഴുത്തിലും വായനയിലും മുഴുകാനുള്ള ആത്മസമർപ്പണം അബ്ബ നേടിയെടുത്തത് അവരിൽ നിന്നാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് ചിട്ടപ്പെടുത്താനും പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാൻ അന്ത്യയാമങ്ങളിൽ നമസ്കാരങ്ങളിൽ അഭയം തേടാനും പ്രാപ്തനായത് അവരിൽ നിന്ന് തന്നെ. ദരിദ്ര സമാനമായ ജീവിതമായിരുന്നു വല്യമ്മയുടേത്. ജീവിതത്തിലുടനീളം ക്ഷമയുടെ കയ്പുനീർ അനുഭവിച്ച അവർ അക്ഷമ കാണിച്ചതായി കണ്ടിട്ടില്ല. അവരുടെ ജീവിതം കയ്പുനീരിന്റെ കഥയാണ്. കണ്ണുകളിൽ തളം കെട്ടി നിൽക്കുന്ന കണ്ണുനീരിനെ കണ്ണിമകൾ പുറത്തേക്കൊഴുക്കാൻ അനുവദിക്കുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വല്യമ്മ പറയുമായിരുന്നു, കരയുമ്പോഴാരും ഒപ്പം കരയാനുണ്ടാവുകയില്ല, ചിരിക്കുമ്പോഴാകട്ടെ എല്ലാവരും ചിരിക്കാനുണ്ടാവൂ. കരയുന്നവർ ലോകത്തിന് ഒരു തമാശ മാത്രമാണ്. അതെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്, സവിശേഷമായും ഇസ്ലാമിക സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിൽ അഹോരാത്രം പണിയെടുത്ത സയ്യിദ് അബുല്ലാല മൗദൂദിയുടെ ജീവിതത്തെ ജീവസുറ്റ പ്രതീകമാക്കി മാറ്റിയതിൽ മാതാവെന്ന പദവിയെ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയും ധാർമ്മിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ടും വളർത്തിയെടുത്ത മഹതി റുഖിയ ബീഗം മാതാക്കൾക്ക് മാതൃകയാണ്. വൈജ്ഞാനിക ആത്മീയ ധാർമ്മിക ബോധത്തോടുകൂടി ഉത്തമ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ആ മാതാവ് നമുക്കെല്ലാവർക്കും വഴികാട്ടിയാവട്ടെ.